വാട്ട് ഈസ് ഫ്യൂച്ചർ. അപ്പൊ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് ആണല്ലോ. ഇപ്പൊ എന്തിനെയാണ് ഫ്യൂച്ചർ എന്ന് വിളിക്കുക? ഇപ്പൊ നമുക്ക് റിലയൻസ് ഉണ്ട്, റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ. ശക്തി പമ്പ് നോക്കൂ, അതിന് ഫ്യൂച്ചേഴ്സ് ഉണ്ടോ? ഇല്ല. അതിന് ഡെറിവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് ഫ്യൂച്ചേഴ്സും ഇല്ല, ഓപ്ഷൻസും ഇല്ല. റിലയൻസിന് ഡെറിവേറ്റീവ്സ് സെഗ്മെന്റിൽ ഉള്ളത് കൊണ്ട് അതിന് ഫ്യൂച്ചേഴ്സും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സാധനം ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നർത്ഥം. ഇപ്പോ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ടോ? ഉണ്ട്. നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനെ അതിൽ നിന്നും, അതിന്റെ ടോട്ടൽ ഇൻഡെക്സിൽ നിന്നും ഫ്യൂച്ചറിനെ ഡിറൈവ് ചെയ്ത്, അതിന്റെ അണ്ടർലൈങ് അസറ്റ് ഏതാണ്? അത് നിഫ്റ്റിയുടെ സ്പോട്ട് തന്നെയാണ്. അതേമാതിരി റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, റിലയൻസ് എന്ന് പറയുന്ന ഈക്വിറ്റി ഷെയർ എന്താണോ, ആ ഈക്വിറ്റി ഷെയറിന്റെ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത് ഈക്വിറ്റി ഷെയർ, റിലയൻസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ വാല്യൂ മുകളിലേക്ക് പോകും. ഇക്വിറ്റി റിലയൻസ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ വാല്യൂ താഴ്പോട്ടേക്ക് വരും. സിമ്പിൾ ലോജിക്. ഇനി വളരെ ലേമാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു നാളികേരം എടുക്കുക. നാളികേരത്തിനെ നമുക്ക് എന്തൊക്കെ തരം പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, സ്പ്ലിറ്റ് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? കോക്കനട്ട് ഓയിൽ എടുക്കാം, അല്ലെ? കോക്കനട്ട് പൗഡർ എടുക്കാം, കോക്കനട്ട് പിറ്റ് എടുക്കാം, കോക്കനട്ട് ഷെൽ എടുക്കാം. ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കൂ, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, കോക്കനട്ട് പിറ്റ്, കോക്കനട്ട് ഷെൽ, ഇത്രയും നമുക്കൊരു എക്സാമ്പിളിന് എടുക്കാം. 4 പ്രൊഡക്ട്സ് എടുക്കാം. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിന് നമ്മൾ 4ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ കോക്കനട്ട് എന്നൊരു സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാവില്ല, അല്ലേ? കോക്കനട്ട് ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുമോ? ഒരിക്കലും സാധ്യമല്ല. അതേമാതിരി അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി എന്ന് പറയുന്ന അണ്ടർലൈങ് അസറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ റിലയൻസ്, ഇവിടെ നിങ്ങളിപ്പോൾ കോക്കനട്ട് ആയിട്ട് ആരെ സങ്കല്പിക്കുക? ഇപ്പോൾ റിലയൻസ് എടുത്തു കഴിഞ്ഞാൽ റിലയൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈക്വിറ്റി ആണ് എന്താണ് ഇവിടുത്തെ കോക്കനട്ട്. അപ്പോൾ റിലയൻസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? നാളികേരത്തിൽ നിന്നും നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അതിൽ ഒരു പ്രോഡക്റ്റ് ഓയിൽ ആണെങ്കിൽ നിങ്ങൾ അതിനെ ഫ്യൂച്ചർ ആയിട്ട് സങ്കല്പിക്കാം. ഇനി റിലയൻസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോക്കനട്ട് പൗഡർ എന്ന് പറയുന്ന ഇനിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ റിലയൻസിന്റെ ഫ്യൂച്ചർ ആയിട്ട്, ഓപ്ഷൻ ആയിട്ട് സങ്കല്പിക്കാം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.